ഹോർമുസിൽ വീണ്ടും കപ്പൽ ദുരന്തം. തങ്ങളുടെ പാത ലംഘിച്ച് നീങ്ങുന്ന കപ്പലിനെ വെടിവെക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഈ മേഖലയിൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പുതിയ ചില നിർദ്ദേശങ്ങൾ കൂടി IDFന്റെ സംഘം ഈ മേഖല സഞ്ചരിക്കുന്ന ഈ മേഖലയുടെ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് നൽകിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നു. ഇപ്പം നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്നു. അത് ഇറാനെ വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇറാൻ മുന്നോട്ട് വെക്കപ്പെട്ട പാതയല്ലാതെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു സമാന്തര പാതയിലൂടെ കപ്പൽ യാത്ര പോയ സമയത്ത് മൺകൂണയിൽ തട്ടി ദുരന്തമുണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ നാശനഷ്ടം എത്രത്തോളം എന്ന് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ചില ഭാഗങ്ങളിൽ ഈ മൺതിട്ടകൾ പോലെയുള്ള സാധനങ്ങൾ അങ്ങനെ പൊന്തി വന്ന ഭാഗമുണ്ട്. അതൊരു യാത്രാ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ മേഖലയിലൂടെ പോകുന്ന ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കപ്പിത്താന്മാർക്ക് കടലിൻ്റെ ആഴത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് ആ രാജ്യത്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ളവരാണ് അതിന് നിർദ്ദേശ കാര്യങ്ങൾ കൊടുക്കുക. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് കപ്പൽ യാത്ര ചെയ്യാൻ ഒരൊറ്റ റൂട്ട് മാത്രമേ കൃത്യമായിരിക്കുന്ന സുരക്ഷിതമുള്ള റൂട്ടുള്ളൂ. അത് ഇറാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലൂടെ ചുങ്കം വാങ്ങും എന്ന് മനസ്സിലാക്കിയിട്ട് അമേരിക്ക എന്ത് ചെയ്തു, അവിടെ ഒരു ബദലായിരിക്കുന്ന ഒരു പാത ഉണ്ടാക്കി. അത് യമനോട് ചേർന്ന് കൊണ്ടാണ് ഈ ഒമാനോട് ചേർന്ന് കൊണ്ടാണ് ആ പാത ഉണ്ടാക്കിയത്. ആ പാത സുരക്ഷിതമല്ല എന്ന് പല ഘട്ടങ്ങളിലായി ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഒരു കപ്പൽ പോയത്. അത് പെട്രോളിയം വഹിച്ചുകൊണ്ടുള്ള കപ്പലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ആ കപ്പൽ ഇങ്ങനെ മൺകൂനിൽ തട്ടിക്കൊണ്ട് അത് ഇടിച്ചു നിൽക്കുകയും മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുകയും ചെയ്തു. ചരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരുപക്ഷെ അത് മറയാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഖത്തറിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിന് തുടർച്ചയായ രീതിയിലാണ് ഈ വിഷയങ്ങൾ വന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ വാക്ക് പാലിക്കാത്ത അമേരിക്കയെ വാക്ക് പാലിപ്പിക്കുക, അത് കൃത്യമായ രീതിയിൽ ഈ പ്രവൃത്തി അമേരിക്ക ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കാര്യം എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥ കൃത്യമായ രീതിയിൽ ഉണ്ടാക്കുകയും ഇപ്പുറം നിന്നുകൊണ്ട് അതിനെതിരെയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം സാധാരണഗതിയിൽ അമേരിക്ക കാണിക്കാറുണ്ട്. അഥവാ ചതി രാഷ്ട്രീയം ഒരു പാരമ്പര്യ സ്വത്ത് പോലെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയാണ് അമേരിക്കയ്ക്കുള്ളത്. ആയതിനാൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഖത്തറിൻ്റെയും പാകിസ്ഥാൻ്റെയും നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അന്നത്തെ രാത്രി തന്നെ, അല്ലാതെ ഉണ്ടാക്കിയതോടനുബന്ധിച്ച് തന്നെയാണ് സമാന്തര പാത ഉപയോഗിച്ചുകൊണ്ട് ഈ കപ്പൽ പോകുന്നു, അങ്ങനെ താഴ്ന്നു പോകുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നത്. റൂട്ട് തെറ്റിപ്പോയ കപ്പൽ മണൽത്തിട്ടയിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ് ഇതിലുമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞത് എന്ന് പറയുന്നു. റൂട്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തന്ന റൂട്ടിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയി എന്നൊരർത്ഥമുണ്ട്. അതല്ലെങ്കിൽ ഈ റൂട്ട് പറഞ്ഞു കൊടുത്തത് അമേരിക്കയാണ്, അതുകൊണ്ട് ആ റൂട്ടിലൂടെയാണ് പോയത്, അവിടെയാണ് അപകടം പറ്റിയത് എന്നും ആവാം. പക്ഷേ അതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ ഈ കപ്പൽ അധികൃതർ ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. ഇറാൻ്റെ റൂട്ട് മാത്രമാണ് സുരക്ഷിതം. അത് ലോകം അത് അംഗീകരിക്കണം. അതെന്തിനു വേണ്ടി? അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി. അറേബ്യ രാജ്യങ്ങളോടൊക്കെ പറഞ്ഞു ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കപ്പലുകൾ ഈ ഭാഗത്തൂടെ പോകുന്നത് എന്നതിനെ അവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഹോർമുസിൻ്റെ ഭൂമിശാസ്ത്രം കൃത്യമായി പഠിച്ച രാജ്യമാണ് ഇറാൻ. അതിന് സമാനമായ രീതിയിൽ ആരും അത് പഠിച്ചിട്ടില്ല. 90 മീറ്റർ നീളത്തിലും 15 മുതൽ 30 കിലോമീറ്റർ വീതിയിലുമുള്ള ഒരു ഇടുങ്ങിയ പാതയാണ് ഹോർമുസ് എന്ന് പറയുന്നത്. അതിൻ്റെ രാജ്യാതിർത്തി പങ്കിടുന്നത് ഇറാൻ അല്ലെങ്കിൽ പിന്നീട് ഒമാനാണ്. അപ്പോൾ ഒമാൻ്റെ ചില ഭാഗങ്ങളിൽ സുരക്ഷിതമല്ല. അവിടെ എന്ന് പറഞ്ഞാൽ ആ മേഖലയിലൊക്കെ മൺതിട്ടകളുണ്ട്. മൺതിട്ടകൾ ഉണ്ടാകുന്ന സമയത്ത് കപ്പൽ എന്ത് ചെയ്യും? കപ്പൽ നിന്ന് പോയിക്കാണെങ്കിൽ പിന്നീട് നീങ്ങുക എന്ന് പറഞ്ഞാലൊക്കെ വലിയ പ്രയാസമാണ്. അതിനൊരൊറ്റ സുരക്ഷിതമായിരിക്കുന്ന പാതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. മാത്രവുമല്ല മറ്റ് പല മേഖലകളിലും മൈനുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മൈനുകൾ പൊട്ടിയാൽ പിന്നീട് കപ്പൽ പൊളർന്നു പോകുന്നൊരു സ്ഥിതി ഉണ്ടാവും. വലിയ ദുരന്തം, വലിയ നാശം ഉണ്ടാവും. കപ്പൽ നഷ്ടപ്പെടും എന്ന് മാത്രമല്ല അതിലെ ജീവഹാനി സംഭവിക്കും. അതുമാത്രമല്ല അതിലുള്ള വസ്തുക്കൾ തന്നെ ഒന്നുകിൽ കത്തി നശിക്കും അല്ലെങ്കിൽ കടലിലേക്ക് വീണു പോവുകയും ചെയ്യും. അപ്പോൾ ഭീമമായിരിക്കുന്ന സംഖ്യ നഷ്ടം വരും. ആ നഷ്ടം നികത്താൻ ചെറിയ രീതിയിലുള്ള ടാക്സ് ഇനത്തിൽ അല്ലെങ്കിൽ ചുങ്കമിനത്തിൽ നൽകിയാൽ കൃത്യമായിരിക്കുന്ന റൂട്ട് പാതയിലൂടെ സഞ്ചരിക്കാൻ പറ്റുമെന്ന് മുൻപ് തന്നെ ഇറാൻ പറഞ്ഞത്. അതനുസരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇറാൻ്റെ പരാതി. ഇറാൻ നിർദ്ദേശിച്ച കടൽപാത പിന്തുടരാതെ മറ്റൊരു പാതയിലൂടെ പോയതാണ് ആയം കുറഞ്ഞ ഭാഗം മനസ്സിലാക്കാതെ പോയതെന്നും
ആയതിനാലാണ് ഇറാനെ പിന്തുടർന്നാൽ മാത്രമേ സുരക്ഷയുണ്ടാകൂ എന്ന് ബോധ്യപ്പെട്ടത് എന്നും അതിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഓർമുസിൽ സഞ്ചാരം നടത്തുന്ന കപ്പൽ ഇറാനെ അംഗീകരിച്ച പാത പിന്തുടരണം എന്ന് ചില കപ്പലുകളെല്ലാം നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കടലിലെ സുരക്ഷ ഇറാന് മാത്രമാണ്. ഓർമുസുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും അതിൻ്റെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഇറാൻ്റെ കൈവശത്തിലാണ്. സമാന്തര പാത ദുരന്തം തീർക്കും. തങ്ങളെ വെല്ലുവിളിക്കുന്ന കപ്പലുകളൊക്കെ കടൽ മുങ്ങിപ്പോവുക എന്നല്ലാതെ അവർക്കൊരിക്കലും ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഓർമുസ് ഒരു അന്താരാഷ്ട്ര പാതയല്ല, യുദ്ധം കഴിയുന്നവരെ. അതായത് യുദ്ധത്തിന് മുൻപ്, അതായത് ഫെബ്രുവരി 28 മുമ്പ് നോക്കുന്ന സമയത്ത് ഓർമുസ് ഒരു അന്താരാഷ്ട്ര പാതയും ആ പാതയിലൂടെ നിരന്തരം കപ്പലുകൾ സ്വതന്ത്രമായ രീതിയിൽ യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങിയതോടുകൂടി ഇറാനോട് ചേർന്നുള്ള ഈ ഓർമുസ് കടൽ എന്ന് പറയുന്ന പാതയുടെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഇറാൻ ഏറ്റെടുക്കുകയും അതിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഇറാൻ്റെ അനുവാദമില്ലെങ്കിൽ അത് തകർക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ചെയ്തു. ഇവിടെയാണ് കൈവിട്ടു പോയത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിരിക്കുന്ന നിലപാടുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സാമ്പത്തികപരമായ രീതിയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാന് സാധിക്കുന്നുണ്ട്. ഇറാൻ അത് അവസരം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതോടനുബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ലെബനാൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് അഥവാ ഇറാൻ്റെ ഈ സൈനിക ട്രൂപ്പിനോട് സഹകരിക്കുന്ന ഷിയ മിലിഷ്യ വിഭാഗത്തിന് കടൽ വഴി ആയുധങ്ങൾ കൊണ്ടുപോകുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത്. സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടൊന്നും ആയിട്ടല്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഓർമുസ് കടൽ കടന്നുകൊണ്ട് പുറത്തു പോകുന്ന ഒരു കപ്പലിനെയും അമേരിക്ക നിരീക്ഷിക്കുകയോ പരിശോധിക്കുകയോ പരീക്ഷണത്തിന് വിധേയമാക്കുകയോ ചെയ്യുന്നില്ല. അത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ്. പൂർണ്ണമായ രീതിയിൽ സ്വതന്ത്രമായ രീതിയിലാണ് ഇപ്പോൾ ഈ കപ്പലുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാനിൽ നിന്ന് ഇപ്പോൾ ലെബനാനിലേക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു കപ്പൽ ആയുധം പോവുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര പാതയാകുന്ന സമയത്ത് അമേരിക്കക്ക് അത് നിരീക്ഷിക്കാനോ പരിശോധിക്കാനോ സാധിക്കില്ല. ഇതൊരു സുവർണ അവസരമായ രീതിയിൽ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനി ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അത് യമനുമായിട്ട് ബന്ധപ്പെട്ടാണ്. യമനിലെ ഹൂത്തികൾക്കാണെങ്കിലും ഇവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പിനാണെങ്കിലും ഇനി ഖത്തറിൽ പ്രവർത്തിക്കുന്ന മിലിഷ്യ വിഭാഗത്തിനാണെങ്കിലും ഈ വിഭാഗങ്ങൾക്കെല്ലാം ആയുധത്തിൻ്റെ കുറവോ ഷോർട്ടേജോ ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള അവസരമായിട്ട് ഇത് ഉപയോഗിക്കുമെന്ന് ഇതിന് മുൻപ് തന്നെ പറയപ്പെട്ടതാണ്. അമേരിക്കയുടെ പ്രതിനിധി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കൽ പോലും അമേരിക്ക അംഗീകരിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര പാതയിൽ, അന്താരാഷ്ട്ര പാതയിൽ ഒരിക്കലും ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിൻ്റെ കപ്പൽ പരിശോധിക്കാൻ നിയമമില്ല. നിയമമില്ലാത്തതിൽ ഇടപെടുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ആ രാജ്യം അനുഭവിക്കേണ്ടി വരും എന്നതിനാൽ അമേരിക്ക തൽക്കാലത്തേക്ക് അതിനില്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ല സുവർണ അവസരമായി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക വേണ്ട വിധത്തിൽ അവരുമായിട്ട് സഹകരിക്കുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഷിയ മിലിഷ്യ ഗ്രൂപ്പിന് വേണ്ടി അല്ലെങ്കിൽ വിഭാഗങ്ങൾക്ക് വേണ്ടി ഈ ആയുധങ്ങൾ എത്തിക്കുന്ന ഒരു പ്രവൃത്തി കൂടി ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെയാണ്. ഇറാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സ്വതന്ത്രമായിരിക്കുന്ന വിപണിയിൽ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടുള്ള ഉപരോധം നീക്കിയതോടുകൂടി പിന്നീട് ബ്ലാക്കായിട്ട് വിൽപ്പന നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇഷ്ടം പോലെ വിറ്റയക്കുന്നുണ്ട്. അത് ഈ കരാർ വ്യവസ്ഥയുമായിട്ട് അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കിട്ടിയൊരു ഗുണമാണ്. രണ്ടാമത്തത് അവരുടെ പ്രോക്സി വിഭാഗത്തിന് ആയുധങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സർവ്വമേഖല നോക്കുന്ന സമയത്തും ഇറാനാണ് വലിയ വിജയം നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.